തുടക്കം തകർത്തോ എന്നാണ് ചോദ്യം. പി ആർ സുനിൽ, തുടക്കം തകർത്തോ? ആ പ്രതീതി ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വി ഡി സതീശൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിന് ശേഷം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏതൊക്കെ പ്രഖ്യാപനം വരും എന്നതായിരുന്നു. അതിൽ എല്ലാവരെയും ആകർഷിക്കുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, തലസ്ഥാനമാകെ ജനനിബിഡമായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്ന സുരക്ഷാ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആളുകൾക്ക് വരാൻ കഴിഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രതീതി ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ ശൈലി മാറ്റം ഉണ്ടാകാൻ പോകുന്ന എന്നൊരു സന്ദേശം ഇന്ന് വി ഡി സതീശൻ നൽകുകയാണ്. അതായത് ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ആളുകളോട് പെരുമാറിയിരുന്നത് ആ രീതിയിലായിരിക്കും താൻ ഇനി പെരുമാറാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും നെഹ്റു എന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന നെഹ്റുവിൻ ഒരു രീതിയായിരിക്കും താൻ പിന്തുടരുക എന്നുകൂടി വി ഡി സതീശൻ പറയുകയാണ്. അങ്ങനെ ഒരു ജനപ്രിയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ദിനം കടന്നുപോയത്. അതിനെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനി ഈ സർക്കാർ ശ്രമിക്കുക. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും സംസ്ഥാനം ഇനി മുന്നോട്ട് പോകുമ്പോൾ, UDF ഭരണത്തിന് കീഴിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ വി ഡി സതീശൻ ക്യാബിനറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, സാമ്പത്തിക നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരുമായുള്ള സഹകരണം ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാലോ, നമ്മൾ ബജറ്റ് കാലത്തൊക്കെ തന്നെ ചർച്ച നടത്തിയത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു വരുന്നു എന്നതാണ്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയോളം കടമുണ്ട്. മാത്രമല്ല, നമ്മുടെ ബജറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മുതൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വരെയാണ്. അതിലേതാണ്ട് 30,000 കോടി രൂപ കുറവാണ്. 30,000 കോടി രൂപ കുറവാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു കുറവ് ഇപ്പോൾ നികത്തുന്നുമില്ല. ഇതൊരു വലിയ കുറവാണ്. കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കുറവ് നികത്താൻ എന്തൊക്കെയായിരിക്കും വി ഡി സതീശൻ്റെ മാജിക് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കുറവ് നികത്താതെ സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുക ഒരു സർക്കാരിനെ സംബന്ധിച്ചും എളുപ്പമല്ല എന്നുള്ളതാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 46 ലക്ഷം പേർക്കാണ് കേരളം പെൻഷൻ കൊടുക്കുന്നത്. ഉത്തർപ്രദേശിൽ 22 കോടി ജനങ്ങളുണ്ട്. അവിടെ ആകെ 46 ലക്ഷം പേർക്കേ പെൻഷൻ കൊടുക്കുന്നുള്ളൂ. ബീഹാറിലാണെങ്കിൽ ഏതാണ്ട് 12 കോടി ജനങ്ങൾ, 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. ബീഹാറിലാണെങ്കിൽ 12 കോടിയാണ് ജനസംഖ്യ. അവിടെ ഏതാണ്ട് 50 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നോക്കൂ, ഈ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയാണ് സർക്കാർ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതാണ്ട് 75,000 കോടി രൂപ മുതൽ കോടി രൂപയിൽ ഏതാണ്ട് 50-60% നമ്മൾ ഈ പെൻഷൻ കൊടുക്കാനും ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായി നീക്കിവെക്കണം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം. സംസ്ഥാനത്തിൻ്റെ ഈ ഒരു റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ പദ്ധതികളുടെയും 60% തുക മാത്രമേ കേന്ദ്ര സർക്കാർ നൽകൂ. 40% തുക സംസ്ഥാനം കണ്ടെത്തണം. അത് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് 1,500 കോടി രൂപയോളം കേരളത്തിന് കിട്ടിയിട്ടില്ല. ആ PM ശ്രീ ഒപ്പുവെച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. സ്വാഭാവികമായും ഈ സർക്കാരിന് ഒരു കാലത്തും ആ നീക്കവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. രാഷ്ട്രീയമായി അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പണം കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതാണ്ട് 250 കോടി രൂപയോളം മാസം അധിക തുകയായി ഇതിന് നീക്കിവെക്കേണ്ടി വരും. ഇനിയിപ്പോൾ മറ്റ് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കണമെങ്കിൽ ആ ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് സംസ്ഥാനം വളരേണ്ടതുണ്ട്. അപ്പോൾ ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതിനെന്തൊക്കെ മാർഗങ്ങൾ എന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വർഗീയതയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ശക്തിപ്പെട്ടു വരുന്ന വർഗീയ രാഷ്ട്രീയത്തെ, സംഘപരിവാർ രാഷ്ട്രീയത്തെ എങ്ങനെ ഈ സർക്കാർ നേരിടും എന്നുള്ളതാണ്. ഇപ്പോൾ LDF സർക്കാരിനെ പ്രധാനമായും കേരളത്തിലെ ജനങ്ങൾ മാറ്റാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വർഗീയതയോട് സമരസപ്പെട്ടു പോയി, അല്ലെങ്കിൽ സംഘപരിവാറിനോട് സമരസപ്പെട്ടു പോയി എന്നുള്ള ആരോപണങ്ങൾ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. പ്രത്യേകിച്ച് PM ശ്രീ അടക്കം ഒപ്പുവെച്ച തീരുമാനം അങ്ങനെ ആണ് ജനങ്ങൾ വിലയിരുത്തിയത്. അതിനുള്ള വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത്. അപ്പോൾ അതിനെ നേരിടാൻ എന്തൊക്കെ നീക്കങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ചാലഞ്ചുകളാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതോടൊപ്പമാണ് സംഘടനയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനാപരമായും ശക്തിപ്പെടേണ്ടത് വി ഡി സതീശനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സംഘടനാപരമായി ശക്തിപ്പെടണം, സാമ്പത്തികമായി
സംസ്ഥാനത്തിൻ്റെ ഭദ്രത ഉറപ്പാക്കണം. ഒപ്പം തന്നെ ഈ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തെ നേരിടാനുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ നമുക്കറിയാലോ, ഇന്ധന വില കൂടുന്നു, പാചകവാതക വില കൂടുന്നു, വിലക്കയറ്റം അതിരൂക്ഷമായി വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ. ഇനി ഗൾഫ് സെക്ടറിൽ നിന്നൊക്കെ ആളുകൾ കൂട്ടമായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു നിക്ഷേപം നടത്തുമോ, അതോ ഇവിടെ തൊഴിലന്വേഷകരായി മാറുമോ എന്നൊക്കെയുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ നേരിടുക എന്ന് പറയുന്നതും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത് നേരിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ആണ് ഈ സർക്കാരിന് മുന്നിലുള്ളത്. അപ്പോഴും ആദ്യ ദിനം ജനപ്രിയമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തെ അനുസരിച്ചിരിക്കും. ഓക്കെ. Meet the editors.